ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭാഗവതം ചാപ്റ്റർ 14 സ്കന്ധം 3 ചാപ്റ്റർ 13 നമ്മൾ കഴിഞ്ഞ വരാഹ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പാതാളം അല്ലെങ്കിൽ രസാതലത്തിലേക്ക് ജലത്തിൽ ആഴ്ന്നു പോയ ഭൂമിയെ വരാഹ അവതാരം, വിഷ്ണുവിൻ്റെ വരാഹ അവതാരമൂർത്തി പൊക്കി എടുത്ത് കൊണ്ടുവന്നു തേറ്റമേൽ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ചാപ്റ്റർ അങ്ങനെയാണ് അവസാനിച്ചത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ കശ്യപനും ദിതിയും തമ്മിലുള്ള ഒരു സംവാദം, അവരുടെ പുത്രനാണ് ആ പുത്രനാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. അവർ അസുരന്മാരായിട്ട് ജനിച്ചത് എങ്ങനെയാണെന്നും അതിൽ ഹിരണ്യാക്ഷനാണ് ഭൂമിദേവിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയതെന്ന്. അപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ചാണ് ഭഗവാൻ ഭൂമിയെ തൻ്റെ തേറ്റമേൽ വരാഹമൂർത്തിയായിട്ട്, യജ്ഞവരാഹമൂർത്തിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു കഥയിലേക്ക് നയിക്കുന്ന ഒരു സംവാദമാണ് കശ്യപ പ്രജാപതിയും ഭാര്യ ദിതിയും തമ്മിലുള്ള ഒരു സംവാദമാണ് ഇതിലുള്ളത്. അപ്പം ഇവിടെ മൈത്രേയ മഹർഷി വരാഹാവതാരത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദീകരിച്ചല്ലോ. അപ്പോൾ അതിൽ വിതുരർ പറയുന്നു, ഇനിയും ഹരികഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്, അത് ഹരിയുടെ കഥ കേട്ടിട്ട് മതിയാവുന്നില്ല എന്ന് പറയുന്നു. പിന്നെ എന്ത് കാരണത്താലാണ് വരാഹമൂർത്തിയും ദൈത്യ രാജാവായ ഹിരണ്യാക്ഷനും തമ്മിൽ എന്ത് കാരണത്താലാണ് യുദ്ധം ചെയ്ത് ഭൂമിദേവി രക്ഷിച്ച് കൊണ്ടുവന്നത്, അത് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതിനിടയിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് മൈത്രേയ മഹർഷി കുറേ കാര്യങ്ങൾ പറയുന്നു ഈ ഒരു ചാപ്റ്ററിൽ. പറയുന്നു, മരണധർമ്മമുള്ളത് കൊണ്ടാണ് മനുഷ്യനെ മർത്യനെന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഭഗവത് കഥകൾക്ക് മൃത്യു ഭയത്തെ നശിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് ധ്രുവനെ പോലുള്ളവരൊക്കെ ഭഗവാനെ ധ്യാനിച്ചും ഒക്കെ മൃത്യുവിനെ ജയിക്കുക മാത്രമല്ല, അവസാനം സ്വന്തം ശരീരത്തോടു കൂടി തന്നെ ഭഗവത് പാദങ്ങളിൽ പ്രാപിച്ചു, അല്ലെങ്കിൽ മുക്തി പ്രാപിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരിൽ ഒരു പുത്രിയായിട്ടുള്ള കശ്യപൻ്റെ ഭാര്യമാരെല്ലാം ദക്ഷ പ്രജാപതിയുടെ പുത്രിമാർ തന്നെയാണ്. അതിലൊരു ഭാര്യയാണ് ദിതി. ആ ദിതി ഒരു ദിവസം സന്ധ്യാസമയത്ത് കശ്യപ പ്രജാപതിയോട് പറഞ്ഞു, എൻ്റെ സഹോദരിമാർക്കൊക്കെ പുത്രന്മാരുണ്ടായി, പക്ഷേ എനിക്ക് പുത്രഭാഗ്യം കിട്ടിയില്ല, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാമാസക്തിയോടുകൂടി തന്നെ ദിതി ആ സന്ധ്യാസമയത്ത് കശ്യപനോട് ഒരു പ്രജയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ആ സമയത്ത് കശ്യപൻ പറയുന്നത്, സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ എന്നാലും ദിതി സമ്മതിക്കുന്നില്ല. ദിതി പറയുന്നു, എനിക്ക് ഒരു പുത്രനെ ലഭിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കശ്യപനെ ഒരുപാട് പ്രലോഭിപ്പിക്കുന്ന സമയത്ത് ദുഃഖിതയായിട്ടൊക്കെ സംസാരിക്കുന്ന ദിതിയെ കശ്യപൻ സമാധാനിപ്പിക്കുന്നു. നിൻ്റെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിച്ചു തരാം, പക്ഷേ ഈ സന്ധ്യാസമയം എന്ന് പറയുന്ന ഘോരരൂപികളായിട്ടുള്ള പരമശിവൻ്റെ ഭൂതഗണങ്ങളോടുകൂടി പരമശിവൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഇത്തരം കൃത്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് കശ്യപൻ ഭാര്യയോട് പറയുന്നു. പക്ഷേ പരമശിവനെ അത് അപമാനിക്കുന്നതിന് തുല്യമാണ് ദേവി എന്ന് പറയുമ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് ഇവിടെ നമുക്കൊരു തത്വം മനസ്സിലാക്കാനുണ്ട്. സന്ധ്യാസമയത്ത് നമ്മൾ ജപം ധ്യാനം ഒക്കെ വേണമെന്ന് പറയുന്നതിന് കാരണം ശിവ ഭഗവാൻ ഭൂതഗണങ്ങളോടുകൂടി ഈ ഘോരരൂപികളായിട്ടാണത്രേ സന്ധ്യാസമയങ്ങളിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ വണങ്ങാനുള്ള സമയമാണ് സന്ധ്യാസമയം എന്നും ഭൂതപ്രേത പിശാചുകളുടെ അവരിൽ നിന്ന് നമുക്ക് രക്ഷ വേണമെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കണമെന്നും പറയുന്നു. അപ്പോൾ പതിവ്രതകൾ സദാചാരത്തെ അനുഷ്ഠിക്കണം
അനുഷ്ഠിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ് ആ സമയത്ത്. അപ്പോൾ സന്ധ്യാസമയത്ത് രുദ്രനെ വണങ്ങുക. അപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുട്ടികളും എല്ലാവരും പുരുഷന്മാരും എല്ലാവരും സന്ധ്യാസമയത്ത് നാമം ജപിക്കുന്ന അതിനാണ്. ഘോരരൂപികളായിട്ടുള്ള ഭൂതഗണങ്ങളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമുക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അത് ചെയ്യുന്നത് നല്ലതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തത്വം. ഈ ഒരു അധ്യായം സ്കന്ധം 3 അധ്യായം 14 ഏറ്റവും വലിയ തത്വം അതാണ്. അപ്പോൾ ആ ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹം ഇപ്പോഴല്ല പറയേണ്ടത് എന്ന് കശ്യപൻ പറഞ്ഞു കൊടുക്കുന്നു ഭാര്യയ്ക്ക്. പക്ഷേ പറയുന്നു, എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് പരമശിവൻ. പരമശിവന് 3 കണ്ണുകളുണ്ടല്ലോ, അതായത് ചന്ദ്രനും സൂര്യനും അഗ്നിയാണ് അത്ര 3 കണ്ണുകൾ. അപ്പോൾ ആ പരമശിവൻ ആ കണ്ണുകൾ കൊണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണിൽ നിന്ന് നമുക്ക് ആർക്കും ഒരു മറയ്ക്കാൻ, നമ്മളാരും അതിൽ നിന്ന് മറഞ്ഞു പോവില്ല. ഒരു കൃത്യവും മറയ്ക്കാനും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്ന കർമ്മം നിന്ദ്യമാണ് ദേവി എന്ന് ഭാര്യയോട് പറയുന്നു. അപ്പോൾ കുറച്ച് നേരം ശ്രമിക്കുക, സന്ധ്യ കഴിയട്ടെ എന്ന് പറയുമ്പോൾ സന്ധ്യാസമയം രുദ്രഭഗവാനെ ഓർക്കാനുള്ളതും ഭജിക്കാനുള്ളതുമാണ് എന്നും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പക്ഷെ എന്നാലും അവരുടെ ആഗ്രഹത്തിനും വഴങ്ങി കശ്യപൻ ദിതിയെ പ്രാപിക്കുകയും ആ നിഷിദ്ധ കർമ്മം ചെയ്തതിന് കശ്യപൻ തന്നെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യുന്നു. പിന്നെ താൻ ചെയ്ത് നിഷിദ്ധ കർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് കശ്യപൻ ലജ്ജിച്ച് പ്രായശ്ചിത്തമൊക്കെ ചെയ്യുന്നു. ദിതിയും ഞാൻ ചെയ്തത് നിഷിദ്ധകർമ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് കശ്യപ പ്രജാപതിയെ സമീപിച്ച് തലതാത്തിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ഗർഭത്തെ നശിപ്പിക്കാതിരിക്കണം, അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പറയുന്നു. അപ്പോഴാണ് ശിവഭഗവാൻ വളരെ അനുഗ്രഹശക്തിയുള്ളതാണ് ശിവഭഗവാൻ. അതുകൊണ്ട് രുദ്രകോപം എൻ്റെ ഗർഭത്തെ ബാധിക്കാതിരിക്കണം, അങ്ങ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ദിതി പറയുന്നു. അപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെ ഒരു മറ്റ് ദേവന്മാരെയും രുദ്രനെയും നീ നിന്ദിച്ചതുകൊണ്ട് നിനക്ക് പരമദുഷ്ടന്മാരായ 2 പുത്രന്മാർ ജനിക്കുമെന്ന് കശ്യപ പ്രജാപതി പറയുന്നു, ശപിക്കുന്നു ഭാര്യയെ. കാരണം ഭാര്യയുടെ നിർബന്ധത്താലാണ് അങ്ങനെ ചെയ്തത് കശ്യപൻ തന്നെ. അപ്പോൾ അവരാണ് പിന്നീട് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി മാറുന്നത്. ആ ഹിരണ്യാക്ഷനാണ് ഭൂമിയെ രസാതലത്തിലേക്ക് കൊണ്ടുപോയ ആ കഥ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞത്. അവിടെ നിന്നാണ് ശ്രീ വരാഹമൂർത്തി ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ പറയുന്നു, നിനക്ക് അപ്പോൾ വീണ്ടും കശ്യപൻ ശപിച്ചതിന് ശേഷം പറയുന്നു, നിനക്കുണ്ടാകുന്ന പുത്രന്മാർ ഒട്ടും ദയയില്ലാത്തവരായിരിക്കും, മറ്റുള്ളവരെ ദ്രോഹിക്കും. അവരെ ഭഗവാൻ തൻ്റെ വജ്രായുധം കൊണ്ട് വധിക്കും. അങ്ങനെ ഭഗവാന്റെ കൈകൊണ്ട് ഒരു എന്താ പറയുക, നിൻ്റെ പുത്രനാൽ വധിക്കപ്പെടും എന്നുള്ളത് മാത്രം ഒരു ആശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ദിതിക്ക് വിഷമമുള്ളത് കൊണ്ട് ദിതി പറഞ്ഞു, എൻ്റെ മക്കൾ ബ്രാഹ്മണ കോപത്തിന് ഇരയാവരുത് എന്ന് പറഞ്ഞപ്പോൾ കശ്യപൻ പറഞ്ഞു, നീ അതുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ മക്കളുടെ മക്കൾ, അതായത് പ്രഹ്ലാദൻ ഒരു പൗത്രനാണ്, ലോകത്തിൽ ഒന്നിലും ആസക്തിയില്ലാതെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് തീരും പ്രഹ്ലാദൻ. എപ്പോഴും ഭഗവാനെ ഉള്ളിലും അകത്തും ദർശിക്കുന്ന ഒരാളായിട്ട് മാറും എന്ന് മൈത്രേയ മുനിയും പറയുന്നു. പുത്രൻ്റെ പൗത്രൻ വലിയ ഭഗവത് ഭക്തനായി തീരുമെന്നും പുത്രന്മാരുടെ വധം ഭഗവാന്റെ കൈകൊണ്ടായിരിക്കും എന്നറിഞ്ഞതോടെ ദിതിക്ക് കുറച്ച് വിഷമം തോന്നിയെങ്കിലും പുത്രൻ്റെ പുത്രൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദനായിട്ട് മാറുമെന്ന് അറിഞ്ഞതിൽ ദിതി സന്തോഷിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ വായിക്കാം. ധ്യാനം സ്കന്ധം 3 അത് ചതുർദശോധ്യായഃ. ജന്മാദ്യസ്യേതോ അന്വയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാत् തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീശുക ഉവാച. അഥ ചതുർദശോധ്യായഃ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഥ ചതുർദശോऽധ്യായः. ശ്രീശുക ഉവാച. നിശമ്യ കൗഷാര വിണോപവർണിതം ഹരേ കഥാം കാരണസൂകരാത്മനഃ പുനഃസപപ്രച്ഛ തമുദ്ധ്യതാഞ്ജലിർ ന ചാതി തൃപ്തോ വിദുരോ ധൃതവ്രതഃ. ശ്രീവിദുര ഉവാച. തേനൈവ തു മുനിശ്രേഷ്ഠ ഹരിണാ യജ്ഞമൂർത്തിനാ ആദിദൈത്യോ ഹിരണ്യാക്ഷോ ഹത ഇതി അനുശുശ്രുമാം. തസ്യ ചോദ്ധരദാക്ഷോണിം സ്വദംഷ്ട്രാഘ്രേണ ലീലയാ ദൈത്യരാജസ്യ ച ബ്രഹ്മൻ കസ്മാത് ഹേതോരഭൂൻ മൃതഃ. ശ്രീ മൈത്രേയ ഉവാച. സാധു വീരത്വയാ പൃഷ്ടം അവതാരകതാം ഹരേ യത്വം പൃച്ഛസി മർത്യാനാം മൃത്യുപാശവിഷാദനീം. യയാ ഉത്ഥാനപാദപുരുഷോ പുത്രോ മുനിനാ ഗീതയാർഭക മൃത്യോ കൃത്വൈവ മൂർധനി അംഘ്രിം ആരുരുഹോ ഹരേ പദം. അത്രാപി ഇതിഹാസോയം ശ്രുത്വാ മേ വർണ്ണിത പുരാ ബ്രഹ്മണാ ദേവാനാമനുപൃച്ഛതാം. ദിദർദാക്ഷായണീ ക്ഷത്തർമാരീജം കശ്യപം പതി അവത്യകാമാചകമേ സന്ധ്യായാം ഹൃശ്രയാർദിത. ഇഷ്ട്വാഗ്നിജിഹ്വം പയസാ പുരുഷം യജുഷാം പതിം നിമ്ലോജതി അർഘ ആസീനം അഗ്ന്യാഘാരേ സമാഹിതം. ശ്രീദിദ്രുവാച. ഏഷാ മാം ത്വത്കൃതേ വിദ്വൻ കാമ ആതുശരാസന ധുനോതി ദീനം വിക്രമ്യ രംഭാമിവ മദംഗജാഃ. തദ്ഭവാൻ ദഹ്യമാനായാം സപത്നീനാം സമൃദ്ധിഭിഃ പ്രജാവതീനാം ഭദ്രം തേ മയ്യ ആയുക്താം അനുഗ്രഹം. ഭർത്തര്യാപ്തേ ഉരുമാനാനാം ലോകാൻ ആവിശദേശഃ പതിർഭവദ്വിദോ യാസാം പ്രജയാ നനു ജായതേ. പുരാ പിതാനോ ഭഗവാൻ ദക്ഷോ ദുഹിതൃവത്സലഃ കം വൃണീതവരം വത്സ ഇതി അപൃച്ഛത ന പൃഥക്. സവിദിത്വാത്മജാനാനാം നോ ഭാവം സന്താനഭാവനഃ ത്രയോദശാദ് അദാത്താസം യാസ്തേ ശീലമനുവൃതാഃ. അധമേ ഗുരുകല്യാണ കാമം കഞ്ചവിലോചന ആർത്തോപസർപ്പണം ഭൂമൻ അമോഘം ഹിമഹീയസി. ഇതിതാം വീരമാരീച കൃപണാം ബഹുഭാക്ഷിണീം പത്യാഹ അനുനയൻ വാചാ പ്രവൃദ്ധാൻ അംഗകശ്മലാം. ഏഷതേഹം വിധാസ്യാമി പ്രിയം ഭീരു യദിച്ഛസി തസ്യ കാമം ന കുര്യാത് സിദ്ധി സ്ത്രൈവർഗികീ യതഃ. സർവാശ്രമ അനുപാധായ സ്വാശ്രമേണ കളത്രവാൻ വ്യസനാർണവം അത്യേതി ജലയാനൈർ യഥാർണവം. യാമാഹുരാത്മനോ ഹി അർദ്ധം ശ്രേയസ്കാമസ്യ മാനിനി യസ്യാം സ്വമുദ്രമധ്യസ്യ പുമാംശരതി വിജ്വരഃ. യാമാശ്രിത്യേന്ദ്രിയാരാധീൻ ദുർജയ അനിതരാശ്രമൈ വയം ജയേമഹേളാഭിർദസ്യോൻ ദുർഗപദർയഥാഃ. ന വയം പ്രഭവസ്താം ത്വാം അനുകർത്തും ഗൃഹേശ്വരി അപ്യായുഷാ വാ കാസ്നേന യേ ചാന്യേ ഗുണഗൃദ്ധവഃ. അഥാപി കാമം ഏദം തേ പ്രജാപത്യേ കരവാണ്യലം യഥാ മാം നാദിവോചന്തി മുഹൂർത്തം പ്രതിപാലയ. ഏഷാ ഘോരതമാ വേള ഘോരാണാം ഘോരദർശന ചരന്തി യസ്യാം ഭൂതാനി ഭൂതേശാനുചരാണിഹ. ഏതസ്യാം സാധ്വി സന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന പരീതോ ഭൂതവർഷദ്ഭിർവൃഷേണാടതി ഭൂതരാട് ശ്മശാനചക്രാനിലധൂളിധൂമ്ര വികീർണവിദ്യോതജടാകലാപ ഭസ്മാവഗുണ്ഠാം അലരുഗ്മദേഹോ ദേവസ്ത്രിഭിഃ പശ്യതി ദേവരസ്തേ. ന യസ്യ ലോകേ സ്വജനപരോ വാ നാദി ആദൃതോ നോദ കശ്ചിദ് വിഗർഹ്യ വയം ഹൃദയച്ചരണാപവിന്ദം ആശാസ്മഹേ അജാംബദ ഭുക്തഭോഗാം. യസ്യാന വിദ്യാചരിതം മനീഷിനോ ഗൃണന്ത്യവിദ്യാപടലം ബിഭിത്സവ നിരസ്തസാമ്യാതിശയോപി യസ്വയം പിശാചചര്യാമശരഅചരദ്ഗതിസ്സദാം. ഹസന്തി യസ്യാചരിതം ഹി ദുർഭഗ സ്വാത്മൻ രഥസ്യ വിദുഷ സമീഹിതം യൈർവസ്ത്രമാല്യാഭരണ അനുലേപനൈ ഭോജനം സ്വാത്മതയോ ബലാളിതം. ബ്രഹ്മാദയോ യത്കൃത സേതുപാല യത്കാരണം വിശ്വമിധം ക്ഷമായ അജ്ഞാകരീ തസ്യ പിശാചചര്യാഹോ വിഭും നശ്ചരിതം വിഡംബനം. ശ്രീമൈത്രേയ ഉവാച.
സൈവം സംവിദിദേവ ഭർദ്രാഭം മന്മഥോന്മദിതേന്ദ്രിയ ജഗ്രാഹവാസോ ബ്രഹ്മർഷേർവഷളീവേഗതത്രഭ വിദിത്വാധ ഭാര്യായാസ്തം നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹസി തയാധ ഉപവിവേശഃ അധോപസ്പൃശ്യ സലിലം പ്രാണാനായമ്യ വാഗ്യദായ ജജാപവിരജം ബ്രഹ്മജ്യോതിസ്സനാതനം ദിദിസ്തു വ്രീഡിതാദേന കർമ്മവാദ്യേന ഭാരത ഉപസംഗമ്യ പ്രഷം അധോമുഖ്യ അഭ്യഭാഷത ശ്രീദിദ്രുവാച മാമേ ഗർഭമിമം ബ്രഹ്മൻ ഭൂതാനാം ഋഷഭോ വദീത് രുദ്രപതിർഹി ഭൂതാനാം യസ്യാഗരവമം ഹസം നമോ രുദ്രായ മഹതേ ദേവായ ഉഗ്രായ മേടുഷേ ശിവായ നസ്യദണ്ഡായ ധൃതദണ്ഡായ മന്യവേ സനഃ പ്രസീദതാം ഭാമോ ഭഗവാനുർവനുഗ്രഹഃ വ്യാദസ്യാഭി അനുകമ്പ്യാനാം ശ്രീണാം ദേവസതീപതിഃ. ശ്രീ മൈത്രേയ ഉവാച സ്വസർഗ്യാശിഷം ലോക്യാം ആശാസാനം പ്രവേപതീം നിവൃത്തസന്ധ്യാനിയമോ ഭാര്യാമാഹ പ്രജാപതി. ശ്രീകശ്യപ ഉവാച അപ്രായത്യാദ് ആത്മനസ്തേ ദോഷാൻ മൗഹൃത്തികാദുദ മന്നിദേശ അധിചാരേണ ദേവാനാം ചാതിഹേളനാത് ഭവിഷ്യതസ്താവഭദ്ര അവഭദ്രേ ജാഡരാധമോ ലോകാൻ സബാലാൻ സ്ത്രീശ്ചണ്ഡീ മുഹുരാക്രാന്തയിഷ്യതഃ പ്രാണിനാം ഹന്യമാനാനാം ദീനാനാം അകൃതാഗസാം സ്ത്രീണാം നിഗ്രഹ്യമാണാനാം കോപിതേഷു മഹാത്മസുഃ തഥാ വിശ്വേശ്വര ക്രുദ്ധോ ഭഗവാൻ ലോകഭാവനഃ ഹനിഷ്യതി അവതീര്യ അസൗ യഥാദ്രീൻ ശതപർവതൃക്. ശ്രീദിദ്രുവാച വദം ഭഗവതാ സാക്ഷാത് സുനാഭോദാരബഹോ ബാഹുനാ ആശാസേ പുത്രയോർമഹ്യം മാ ക്രുദ്ധാത് ബ്രാഹ്മണാദ് വിഭോ ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭയത് അസ്യ ച നരകാശ്ച അനുഗൃഹണന്തി യാം യാം യോനിം അസൗ ഗതഃ. ശ്രീകശ്യപ ഉവാച കൃതശോകാനുതാപേന സദ്യപ്രദ്യവമർശനാദ് ഭഗവതി ഉരുമാനാശ്ച ഭവേ മയ്യപി ചാധരാത് പുത്രസ്യ ഏവ തു പുത്രാണാം ഭവിത ഏക സദാം മദഃ ഗാസ്യന്ത്യദ്യശ ശുദ്ധം ഭഗവദ് യശസാ സമം യോഗൈർഹേമൈവ ഏവ ദുർവർണം ഭാവയിഷ്യന്തി സാധവഃ നിർവൈരാദിഭിർ ആത്മാനം യശ്ചീലം അനുവർത്തിതം യത്ത് പ്രസാദാദിതം വിശ്വം പ്രസീദതി യദാത്മകം സ സ്വദൃഗ് ഭഗവാൻ യസ്യ തോഷതേ അനന്യയാദൃശാ. സ വൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാം മഹിഷ്ട പ്രവൃദ്ധഭക്ത്യാ ഹി അനുഭാവിതാശയേ നിവേശ്യ വൈകുണ്ഠമിവം വിഹാസ്യതി അലംബടശീലധരോ ഗുണാകരോ ഹിരഷ്ടപരാർധ്യാവിദിതോ ദുഃഖിതേഷു ജഗതശോകഹർത്ത നൈദാഖികം താപം ഇവോടു രാജഃ അന്തർബഹിശ്ചാമലം അബ്ജനേത്രം സ്വപൂരുഷേച്ഛാനുഗൃഹീതരൂപം പൗത്രസ്തവശീലനാലലാമം ദ്രഷ്ടാസ്ഫുരൽ കുണ്ഡലമണ്ഡിതാനനം. ശ്രീ മൈത്രേയ ഉവാച ശ്രുത്വാ ഭാഗവതം പൗത്രം അമോധത ദൃശിർദൃശം പുത്രയോശ്ച വദം കൃഷ്ണാദ് വിദിത്വാ ആസീന്മഹീമനഃ. ശ്രീ മൈത്രേയ ഉവാച ശ്രുത്വാ ഭഗവതം പൗത്രം അമോധത ദൃശിർദൃശം പുത്രയോശ്ച വദം കൃഷ്ണാദ് വിദിത്വാ ആസീന്മഹാന്മനഃ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ദിതികശ്യപസംവാദോ ചതുർദശോऽധ്യായഃ. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ ഒരു സ്കന്ധം 3 അധ്യായം 14 ഭഗവാന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.